ഹലോ ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ നമ്മളുടെ ഇന്നത്തെ ഒരു വീഡിയോ എളുപ്പത്തിൽ തട്ടിക്കൂട്ടാൻ പറ്റുന്ന എന്നാൽ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടതാണ് കേട്ടോ ബ്രെഡ്. അപ്പോൾ ബ്രെഡിൻ്റെ 4 വശത്തെ ആ ഒരു ബ്രൗൺ കളർ ജസ്റ്റ് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. എന്നിട്ട് ഇതാ ഞാൻ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഏത് മോഡലും എങ്ങനെയും നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നെക്സ്റ്റ് ഞാനൊരു ബൗൾ എടുത്തിട്ട് അതിലോട്ട് 3 എഗ്ഗ് പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം ഞാനിവിടെ 3 എഗ്ഗ് എടുത്തിട്ടുള്ളത് ഞാനെടുത്ത ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ടാണ് ഞാൻ 3 എഗ്ഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ എത്ര ബ്രെഡാണോ എടുക്കുന്നത് ആ ബ്രെഡിൻ്റെ ക്വാണ്ടിറ്റി നോക്കിയിട്ട് വേണം കേട്ടോ നിങ്ങൾ എഗ്ഗ് യൂസ് ആക്കാനും വേണ്ടിയിട്ട്. എന്നിട്ട് നല്ല രീതിയിൽ വിസ്ക് വെച്ചിട്ടൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ കുറച്ച് മുളക് പൊടി, ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കുക. സ്പൂൺ വെച്ച് മിക്സ് ചെയ്യാണ്ട് വിസ്ക് വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്താൽ പെട്ടെന്ന് തന്നെ അങ്ങ് മിക്സ് ആയിക്കോളൂ കേട്ടോ. ഇനി ഇതാ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളുടെ ഈ ഒരു ബ്രെഡ് എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു ബാറ്ററിൽ ഡിപ്പ് ചെയ്യാണ് കേട്ടോ ചെയ്യുന്നത്. എന്നിട്ട് ബ്രെഡ് ക്രംസിൽ ജസ്റ്റ് ഒന്നങ്ങ് കോട്ട് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പം ബ്രെഡ് ക്രംസ് നമ്മുടെ നേരത്തെ ബ്രെഡ് കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ 4 വശമുള്ള ഒരു ബ്രൗൺ കളർ ക്രഷ് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അതാകുമ്പോൾ നമുക്ക് അതും വേസ്റ്റ് ആവാണ്ട് ബ്രെഡ് ക്രംസ് ആക്കി യൂസ് ആക്കാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ബ്രെഡ് എഗ് ബാറ്ററിലും അതുപോലെ ബ്രെഡ് ക്രംസിലും ജസ്റ്റ് ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിതാ നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോൾ ഞാനിതിലേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ സൺഫ്ലവറിൻ്റെ ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതിലേക്ക് വെളിച്ചെണ്ണ യൂസ് ആക്കി കഴിഞ്ഞാൽ ആ ഒരു ആക്ച്വൽ ടേസ്റ്റ് നമുക്ക് കിട്ടൂല കേട്ടോ. ഇനി ഇതാ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ബ്രെഡ് അതിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പം ആദ്യം ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ പിന്നെ ലോ ഫ്ലെയിമിൽ ഇടാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. കാരണം ബ്രെഡ് ക്രംസ് ആയതുകൊണ്ട് പെട്ടെന്ന് കരിയാൻ ചാൻസ് ഉണ്ട്. അപ്പം അത് പെട്ടെന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതാ ബ്രെഡിൻ്റെ 2 സൈഡും തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ വേണ്ടത്. പിന്നെ ബ്രെഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ടൈമൊന്നും കുക്ക് ചെയ്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഫസ്റ്റ് ഫ്രൈ ചെയ്തിട്ടുള്ളത് ഞാനങ്ങ് കോരി മാറ്റിയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതാ അങ്ങനെ ലാസ്റ്റ് ബ്രെഡും ഞാൻ അങ്ങനെ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുണ്ടാക്കാനും വേണ്ടിയിട്ട് വെറും 5 മിനിറ്റാണ് കേട്ടോ നമുക്ക് വേണ്ടത്. മക്കൾ സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നൊരു അടിപൊളി സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.